നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് പലപ്പോഴും നമ്മെ തളർത്തുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ഹൃദയം തകർത്തിട്ടും പ്രതിസന്ധികളെ വകവയ്ക്കാതെ മുന്നോട്ടോടിയവരെയാണ് ലോകം വിജയികളെന്ന് വിളിച്ചിട്ടുള്ളത്. ക്യാൻസർ അതിജീവിതകളായ ഗായിക അവനിയുടെയും അവതാരകയും നടിയുമായ ജുവൽ മേരിയുടെയും അതിജീവന വഴികളിലൂടെയും ഇപ്പോൾ നടക്കുന്ന ചില വാർത്തകളുടെ നേർക്കാഴ്ചകളുമാകട്ടെ ഈ എപ്പിസോഡ്. ഒരിക്കൽ യാദൃച്ഛികമായിട്ടാണ് ടെലിവിഷനിലൂടെ ഒരു പെൺകുട്ടിയുടെ പാട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പഴനിയപ്പ ജ്ഞാനപ്പഴനിയപ്പ തമിഴ് ജ്ഞാനപ്പഴം നീയപ്പ എന്ന തമിഴ് ഭക്തിഗാനം. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് കേട്ട് പഴക്കമുള്ള ഒരു ഭക്തിഗാനമാണത്. പണ്ട് ആലപ്പുഴ ശീമാട്ടി തിയേറ്ററിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് ലൗഡ് സ്പീക്കറിലൂടെ പാട്ട് കേൾപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഈ ഭക്തിഗാനത്തോടെയാണ്. അങ്ങനെ സ്ഥിരം കേട്ട് പരിചയമുള്ള ഒരു പാട്ടാണത്. അന്ന് ആ പെൺകുട്ടി അതിമനോഹരമായി പാടുന്നത് കേട്ട് അതിശയത്തോടെ ഞാൻ നോക്കി നിന്നു. ആ പെൺകുട്ടിയാണ് ഗായിക അവനി SS. തല മൊട്ടയടിച്ച് നിന്ന് പാടുന്ന 8ാം ക്ലാസ്സുകാരി അവനിയും അവൾ പാടിയ പാട്ടുമൊക്കെ സുഖമുള്ള ഓരോർമ്മയായി ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അന്ന് ആ പാട്ട് പാടുന്ന സമയത്ത് അവനിയെ കുറിച്ച് ആർക്കും കൂടുതലൊന്നും അറിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ കുട്ടി മലയാളികൾക്ക് സുപരിചിതയാണ്. അവളെ കുറിച്ച് അറിയാത്തവരും കേൾക്കാത്തവരും ചുരുക്കമായിരിക്കും. വിധിയുടെ ക്രൂര വിനോദം എന്ന് പറയട്ടെ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമ എന്ന മാരകമായ ക്യാൻസർ രോഗം പിടിപെടുന്നു. ആ കഠിനമായ ഘട്ടത്തെ അവനി എന്ന ആ കൊച്ചുമിടുക്കി നേരിട്ടത് അചഞ്ചലമായ മനക്കരുത്തോടെയാണ്. ആ കൊച്ചു ഗായികയുടെ ക്യാൻസറിനെതിരെയുള്ള അതിജീവന കഥയും പോരാട്ടവും വലിയൊരു ജനവിഭാഗത്തിന് തന്നെ പ്രചോദനമാകുന്ന ഒന്നാണ്. 4.5 വർഷത്തോളം നീണ്ടുനിന്ന ചികിത്സയും ഏകദേശം 25ഓളം കീമോകളും ആ കൊച്ചു ശരീരത്തെ ആകെ തളർത്തിയിരുന്നു. എന്നാൽ സംഗീതം നൽകിയ ഊർജവും വാശിയും അവളുടെ മനസ്സിനെ തളർത്താൻ ഉതകുന്നതായിരുന്നില്ല. അസാമാന്യമായ മനക്കരുത്തോടു കൂടിയാണ് അവനി എന്ന ആ കൊച്ചുമിടുക്കി രോഗത്തെ നോക്കിക്കണ്ടതും നേരിട്ടതെന്നും അവളെ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മകളുടെ രോഗനിർണയ ശേഷം ശാരീരികമായും മാനസികമായും തകർന്ന മാതാപിതാക്കൾ വാവിട്ട് നിലവിളിച്ചപ്പോൾ ചിരിച്ച മുഖവുമായി അവർക്ക് ആശ്വാസം പകർന്നു നൽകിയത് അസുഖബാധിതയായ അവനിയായിരുന്നു എന്ന് പറയുമ്പോൾ അവളോട് വളരെ ഇഷ്ടവും ആദരവും തോന്നുകയാണ്. 5ാമത്തെ വയസ്സ് മുതൽ സംഗീതം പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവനി. നന്നായി പാടുന്ന അവളെ വലിയൊരു പാട്ടുകാരിയായി കാണുക എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. സാമ്പത്തിക പരിമിതികൾ ഉണ്ടായിട്ടും പഠിത്തത്തോടൊപ്പം സംഗീതം അഭ്യസിപ്പിക്കുവാനും തുടങ്ങി. നന്നായി പാടുന്നവൾക്ക് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഗ്രേഡുകൾ വാരിക്കൂട്ടുവാൻ കഴിഞ്ഞു. അപ്പോഴേക്കും അവനിക്ക് മറ്റ് സ്റ്റേജ് ഷോകളിലേക്കും സംഗീത ആലാപനത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങി. ഈ കാലയളവിലാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1ലേക്കുള്ള ഓഡീഷനിൽ പങ്കെടുക്കുന്നതും സെലക്ട് ആവുന്നതും. അതിലേക്കുള്ള തയ്യാറെടുപ്പിനായി പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് കഠിനമായ ശ്വാസതടസ്സം നേരിടുന്നത്. രാമകഥാ ഗാനലയം എന്ന പാട്ടും അതിലെ അവസാനത്തെ സ്വരങ്ങളും പഴനിയപ്പ എന്ന പാട്ടുമൊക്കെ നിഷ്പ്രയാസം പാടിക്കൊണ്ടിരുന്ന അവനിക്ക് പാടുവാനുള്ള ബ്രീത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറെ സമീപിച്ചപ്പോൾ യാത്ര ചെയ്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ജലദോഷത്തിനും ചുമയ്ക്കുമുള്ള മരുന്ന് കൊടുത്ത് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ ആ മരുന്നുകൾ കഴിച്ചിട്ട് കുറവ് തോന്നാത്തതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ഡോക്ടറെ സമീപിക്കുമ്പോഴാണ് രോഗത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്നത്. മാനസികമായും ശാരീരികമായും ആരും തളർന്നു പോകുന്ന ആ അവസരത്തിൽ മനസ്സാന്നിധ്യം കൊണ്ട് തന്നെ രോഗത്തെ ശത്രുവായി കാണാതെ തന്റെ രോഗത്തെ കഞ്ചു എന്ന ഓമന പേര് നൽകി വിളിച്ചു. തനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് അവനി ഒരിക്കൽ പോലും ഡോക്ടറോട് ചോദിച്ചിട്ടില്ല. എന്നാൽ ഡോക്ടറോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എനിക്കെപ്പോൾ വീണ്ടും പഴയതുപോലെ പാടാൻ കഴിയുമെന്ന്. ഈ രോഗാവസ്ഥയെ സധൈര്യം നേരിടാൻ എങ്ങനെ സാധിച്ചു എന്ന് അവനിയോട് പലരും ചോദിച്ചപ്പോൾ അവനി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. താൻ ആദ്യമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ അടുത്ത ബെഡിൽ കണ്ട 6 മാസം പ്രായമുള്ള കുഞ്ഞാണ് തനിക്ക് പോരാടാൻ പ്രചോദനമായതെന്നാണ്. ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദനയുമായി താരതമ്യം ചെയ്തപ്പോൾ തന്റെ വേദന ഒന്നുമല്ല എന്ന് താൻ വിശ്വസിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ചികിത്സയും ആത്മവിശ്വാസവും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും കരുതലുമെല്ലാം അവനിയുടെ അതിജീവനം വേഗത്തിലാക്കി. കീമോതെറാപ്പി, റേഡിയേഷൻ എന്നീ ചികിത്സകളിലൂടെ കടന്നു
കടന്നു പോകുന്ന സമയത്താണ് സി കേരളം ചാനലിലെ സരിഗമപ്പ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് പാടിക്കൊണ്ടിരുന്നത്. തന്റെ അസുഖത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറന്നുകൊണ്ട് മനോഹരമായി പാടിയ അവനിയെ വിധികർത്താക്കളും പ്രേക്ഷകരും വലിയ ആദരവോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. സരിഗമപ്പ വേദിയിലെത്തിയ ക്യാൻസർ അതിജീവിതയായ നടി മമത മോഹൻദാസ് അവനിയെ നേരിട്ട് കണ്ട് സമ്മാനമേകിയ ആ വൈകാരിക നിമിഷം ഹൃദയസ്പർശിയായിരുന്നു. ഒരിക്കൽ മമത മോഹൻദാസ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, രോഗമുക്തി നേടിയ തന്നെ കാണുമ്പോഴുണ്ടാകുന്ന മറ്റുള്ളവരുടെ സഹതാപ നോട്ടവും സംസാരവും അസഹനീയമായതുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കാത്തതെന്ന്. സഹതാപമല്ല, പോരാടാനുള്ള മനക്കരുത്താണ് എന്നെ പോലുള്ളവർക്ക് ആവശ്യം. അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ അവനിയുടെയും പക്ഷം. ആരുടെയും സഹതാപവും സഹായവും വേണ്ട എന്നാണ് ആ കുട്ടിയും പറയുന്നത്. തന്റെ പിതാവിന് പറ്റുന്നത്രയും ചികിത്സയും ചെലവുകളും നടത്തിയാൽ മതി, ആരുടെയും സഹായം തേടിപ്പോകരുതെന്ന് ആ കുട്ടി തന്റെ പിതാവിനോട് പറഞ്ഞു. അവനിയുടെ ചികിത്സയ്ക്കായി 35 ലക്ഷത്തോളം രൂപയാണ് ചെലവായത്. അതിനുള്ള തുക കണ്ടെത്തിയത് സ്വർണം ഉൾപ്പെടെ എല്ലാം വിറ്റിട്ടാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ അവനി ഒരു പണം കായ്ക്കുന്ന മരമാണ്. അവനി ഇപ്പോൾ ക്യാൻസറിൽ നിന്നും പരിപൂർണ മുക്തി നേടി. അവളിപ്പോൾ പ്രോഗ്രാമിന്റെ തിരക്കിലാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവനിയുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന്. ഇതൊക്കെ പറയുമ്പോഴും ചില സത്യങ്ങൾ തുറന്നു കാട്ടാതിരിക്കാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ക്യാൻസർ അതിജീവിതകളെ കൊല്ലാക്കൊല ചെയ്യുന്നതും ഈ രോഗമില്ലാത്തവർക്ക് ഉണ്ടെന്ന് പ്രചരിപ്പിച്ച് ആഘോഷമാക്കുന്നതും കാണുമ്പോൾ സഹതപിക്കുകയല്ലാതെ എന്താണ് ചെയ്യാൻ കഴിയുക? ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളെയും ക്യാൻസർ എന്ന മഹാമാരിയെയും മനസാന്നിധ്യം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും പൊരുതി വിജയം വരിച്ച നടിയും അവതാരകയുമാണ് ജുവൽ മേരി. അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും അതിൽ നിന്നും മോചനം നേടുവാനായി അവർ നടത്തിയ നിയമ പോരാട്ടങ്ങളും തന്റെ രോഗവും അതിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയതും അതിനായി അവർ സഹിച്ച യാതനകളും വേദനകളും ഒക്കെ പല വേദികളിലും അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജുവൽ മേരിയുടെ ശബ്ദം പൂർണ്ണമായി നിലച്ചുവെന്നും അവർ മരണവുമായി മല്ലിട്ട അത്യാസന്ന നിലയിൽ മരണവും കാത്തുകിടക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആ വാർത്ത എല്ലാവരിലും പോലെ ജുവൽ മേരിയുടെ കാതിലും എത്തി. ഇത് പ്രചരിപ്പിച്ച സദാചാര ആങ്ങളമാർക്ക് മറുപടിയുമായി അവർ രംഗത്തെത്തി. ചത്തിട്ടില്ല മക്കളെ, ഞാൻ ചത്തിട്ടില്ല എന്ന് തുടങ്ങി. എന്റെ ശബ്ദം നഷ്ടപ്പെട്ടു, ഞാൻ മരണം കാത്തു കിടക്കുകയാണ്, എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചു പേർ എന്റെ അടിയന്തരത്തിനുള്ള കാർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മരിപ്പിനായുള്ള ചായയും വടയും എവിടെയും കൊടുക്കാറായിട്ടില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. ഇതാണ് ജുവൽ മേരി തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത്. നടി എന്നതിലുപരി ജുവൽ മേരി നല്ലൊരു അവതാരകയാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ അവതരണ രംഗത്ത് സാന്നിധ്യം ഉറപ്പിച്ച ജുവൽ മേരിക്ക് 2023 തൈറോയിഡ് ക്യാൻസർ പിടിപെടുന്നത്. ആ കാലയളവിലാണ് കുറച്ചുനാൾ അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നേരിട്ടത്. നല്ല ചികിത്സയും ചിട്ടയായ വ്യായാമവും കൊണ്ട് അവർ ക്യാൻസറിനെ തോൽപ്പിച്ച അതിജീവിതയാണ്. ക്യാൻസറിൽ നിന്നും പൂർണ്ണമായി മുക്തയായ ശേഷം പതുക്കെ പതുക്കെ അവരുടെ ജോലിയായ അഭിനയത്തിലേക്കും ആങ്കറിലേക്കും കടക്കുമ്പോഴാണ് അവരുടെ ശബ്ദം നിലച്ചു എന്ന കല്ല് വെച്ച നുണ പടച്ചു വിടുന്നത്. അവതാരകയായ അവരുടെ ജീവിത വഴികൾ അടക്കുവാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ആ പാവം ചെയ്തത്? സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതെയെങ്കിലും ഇരുന്നുകൂടെ? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആർക്കും കയറി മേയാവുന്ന ഒരാളായി മാറിയിരിക്കുകയാണല്ലോ രേണു സുധി. ആ പാവത്തിനെയും ക്യാൻസർ പേഷ്യന്റാക്കി നിർവൃതി കൊള്ളുന്നവർ ഒന്നോർക്കുക, ക്യാൻസർ എന്ന മഹാവ്യാധി ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അത് നാളെ നിങ്ങൾക്കുമായി കൂടുന്നില്ല. രോഗത്തിന്റെ പേരിൽ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാതിരിക്കുക. എല്ലാ ക്യാൻസർ അതിജീവിതകൾക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.